ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. ഇതിപ്പോൾ സമയം രാവിലെ പുലർച്ചെയാണ് കേട്ടോ. പുലർച്ചെയാണ്. നമ്മുടെ കാലത്ത് കാവിൽ തെയ്യം കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് തെയ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു വ്ലോഗാണ്. നമ്മൾ കാവിൽ കയറുന്ന ടൈം പോയിട്ട് അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തതാണ്. അപ്പം കാവിൻ്റെ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കളത്തുകാവ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സൈഡ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ഒരു കാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എസ്പെഷ്യലി എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്നത് കളത്തുകാവിൽ തെയ്യം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുന്നത് പോലെയാണ് കേട്ടോ. എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു നിമിഷമാണ് തെയ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് പറ്റുന്ന ടൈമുകളിലൊക്കെ, ഞാൻ നാട്ടിലുള്ള ടൈമുകളിലൊക്കെ ഞാൻ കളത്തുകാവിൽ തെയ്യത്തിന് പ്രസൻ്റ് ആയിരിക്കും. കാവിൽ കയറുന്ന അന്ന് കാവിൽ പോകുക എന്നുള്ളത് തന്നെ ഭയങ്കര മനസ്സിന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാവിൽ കയറുന്നതിൻ്റെ അന്ന് പോയി തൊഴുത് കുറച്ചൊരു ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫെബ്രുവരി 28 കാവിൽ കയറിയിട്ടുണ്ട്. ഇനി 29 മാർച്ച് 1, 2, 3 തീയതികളിൽ നമുക്ക് തെയ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മാർച്ച് 1-നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളുടെ AM അക്കാഡമിയിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. നാളെ ഗാനമേളയും പിന്നെ വർണ്ണശബളമായ കാഴ്ചവരവ്, പിന്നെ ഒരു 4 മണിയോട് കൂടിയിട്ട് കരിമരുന്ന് പ്രയോഗം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനൽ കളത്തുകാവിലേക്ക് വരിക. നമ്മുടെ കാവിൻ്റെ പരിസരവും കാവും തെയ്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക കേട്ടോ. പിന്നെ പറ്റുന്ന പോലെ ഞാൻ കൂടുതൽ തെയ്യങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്നതായിരിക്കും. അത് നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇത്തവണ എന്നല്ല, ഞാൻ കഴിഞ്ഞ തവണയും ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇത്തവണയും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് സമയം പോലെ. പിന്നെ ആമിയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉറങ്ങിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം എടുത്ത് നടക്കേണ്ടതൊക്കെ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ആ ടൈമും ഫോണും കുട്ടിയൊക്കെ മാനേജ് ചെയ്യാന്നുള്ളത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ഡിലേയും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. എല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥയായതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കാവിൽ കയറൽ ചടങ്ങ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കാവിൽ കയറി കഴിഞ്ഞു. പിന്നെ തിരുവായുധം എഴുന്നള്ളത്ത് എന്നിട്ടൊരു 8 മണി 8:30 ആകുമ്പോൾ ഉണ്ടാവും കേട്ടോ. ആ സമയത്ത് വെളിച്ചപ്പാടും പിന്നെ ഈ വീരനൊക്കെ അറിയുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ തവണ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ കാവിൽ കയറുന്ന ആ ചടങ്ങ് രാവിലെ ആ പുലർച്ചെ 5 മണി 5:30 സമയത്ത് പോയിട്ട് എടുത്ത വീഡിയോ ആണിത്. അതിനുശേഷം പിന്നെ എനിക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഓളാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുകാർക്കൊരു വൈബാണ്. ഇനിയിപ്പം നാളെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തെയ്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ തെയ്യം പറഞ്ഞ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ തെയ്യത്തിനുള്ളൊരു കാത്തിരിപ്പായിരിക്കും. കാരണം പെട്ടെന്ന് ഡേയ്സൊക്കെ എത്ര പെട്ടെന്ന് പോണേ അല്ലേ. 2024 തുടങ്ങിയതേ ഓർമ്മയുള്ളൂ. ഇപ്പം മാർച്ച് മാസമായി എന്നുള്ള കാര്യം നമുക്ക് ഓടിപ്പോവാണ് മാസങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ മൊമെൻറ്റ്സൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുക കേട്ടോ. എല്ലാവരോടും കൂടിയിട്ടാണ്. ഞാനും അങ്ങനെ ആഘോഷിക്കാൻ ശ്രമിക്കാറുള്ള വ്യക്തി തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ലവ് യു ഓൾ. ബൈ ബൈ.